മറ്റൊരാളെ പറ്റി കുറ്റം പറയുന്ന സമയത്ത് പറയുന്ന ആൾ പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം മറ്റൊരാളെ പറ്റി കുറ്റം പറയാൻ പോകരുത്. നമ്മുടെ നാട്ടിൽ ഏതൊരു കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചാലും അതിന് രണ്ട് വശത്തിലും നിന്ന് സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും. ഒരു കാര്യം പറയുന്നതിൻ്റെ തെറ്റുവശവും സംസാരിക്കാൻ ഒരാളുണ്ടാവും, അതേപോലെ ശരിവശവും സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനായിട്ട് ദിയ കൃഷ്ണയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എല്ലാവരും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജന്മം തന്ന ഒരാളുണ്ട്, അല്ലാതെ വയ്യെ പോകുന്ന ആൾക്കാരെ എനിക്ക് അമ്മ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്തും ഞാൻ അത്രക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. ഇതിൻ്റെ ശരിവശം സംസാരിക്കുകയാണെങ്കിലും തെറ്റുവശം സംസാരിക്കുകയാണെങ്കിലും എൻ്റെ ഭാഗത്ത് അത്രയും ന്യായം ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നല്ല, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാണ്. ഈ പറഞ്ഞതുപോലെ ഏതൊരു മനുഷ്യനും നമ്മൾ ദൈവം നമുക്ക് വിധിച്ചതാണ് രണ്ടച്ഛനും രണ്ടമ്മയും എന്ന് വെച്ച് രണ്ട് തന്തക്ക് പിറന്നു അല്ലെ രണ്ട് തള്ളക്ക് പിറന്നു എന്നൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വ്യക്തിയാണെങ്കിൽ ആൾക്ക് രണ്ട് അച്ഛനും അമ്മയും ഉണ്ടാവും. ഒന്ന് ഭർത്താവിൻ്റെയോ അല്ലെ ഭാര്യയുടെയോ അച്ഛനും അമ്മയും തൻ്റേതെന്ന് കണക്കാക്കിയിട്ട് നമ്മൾ സ്വീകരിക്കും. തൻ്റേതാന്ന് കണക്കാക്കാതെ നടക്കുന്ന ആൾക്കാരുമുണ്ട്, കണക്കാക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പം എന്നെയൊക്കെ കല്യാണം കഴിച്ച സമയത്തൊക്കെ ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ മാത്രമായിരുന്നു. ഒരിക്കലും ഞാൻ എൻ്റെ ഉമ്മയായിട്ട് കണക്കാക്കിയിട്ടില്ല. ദിയാകൃഷ്ണ പറഞ്ഞതുപോണം അത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയാണ്, ഭർത്താവിൻ്റെ പെങ്ങളാണ്, ഭർത്താവിൻ്റെ വാപ്പയാണ്, ഒക്കെ ഭർത്താവിൻ്റെ എന്ന് ഞാൻ തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കാരണം അത് ഒരിക്കലും നമ്മുടേതാവൂല. അപ്പൊ ചിലർ വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് നിന്റെ അച്ഛനും അമ്മനെയും പോലെ കണക്കാക്കിക്കൂടെ, നിന്റേതെന്ന് കൂട്ടി പറഞ്ഞൂടേന്ന്. അങ്ങനെ നിന്റേതെന്ന് കൂട്ടി പറഞ്ഞ എത്ര ആൾക്കാർ സ്ത്രീധനത്തിൻ്റെ പേരിൽ ബലിയാടായിട്ടുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ എൻ്റേതെന്ന് ചേർത്ത് പിടിച്ച ആൾക്കാരാ എന്തുകൊണ്ട് സ്വന്തം മകളായിട്ട് കണക്കാക്കാതെ സ്ത്രീധനത്തിൻ്റെ പേരിൽ പലരും പല രീതിയിലിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നു, ഇപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എൻ്റെ പരിചയത്തിൽ എനിക്ക് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് ഈ അടുത്ത കാലവും കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലടോ, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങള് എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. അവർക്കൊന്നും വേറൊരു ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ടാണ്. ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ എന്നോ എന്താ പറയുക, കൂട്ടിലിട്ട കിളിയെ തുറന്നു വിട്ട മാതിരി അവർ പറന്നു പോയേനെ. അവർക്കൊന്നും ഓപ്ഷൻ ഇല്ല. എന്നാലും നമ്മളിപ്പം ഏതൊരു കാര്യത്തിനും രണ്ടഭിപ്രായമുണ്ട് എന്ന് പറയലില്ലേ, അതേ സ്ഥാനത്ത് തന്നെ കയറി വരുന്ന മരുമകളെ അല്ലെ കയറി വരുന്ന മകനെ തൻ്റേതെന്ന് കണക്കാക്കി സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ട്. തൻ്റേതെന്ന് കണക്കാക്കി അച്ഛനെയും അമ്മനെയും കാണുന്ന ആൾക്കാരുണ്ട്. രണ്ട് വശമുണ്ട്. ഒരു നാണയത്തിന് രണ്ട് വശമല്ലേ? അതേപോലെ എല്ലാ കാര്യത്തിനും രണ്ട് വശമുണ്ട്. നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്നത് തന്നെ നമുക്ക് അങ്ങോട്ടും കൊടുക്കണം എന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനൊക്കെ എന്താടോ വിലയുള്ളത്? നമ്മൾ ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും നമ്മൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കപ്പം കിട്ടുക, നല്ല നമ്മൾ വിചാരിച്ചൊരു ലൈഫ് കിട്ടിയേക്കാണെ എപ്പോഴെങ്കിലും ആരെങ്കിലും ദൈവത്തിനെ വിളിക്കുമോ? അതിൻ്റെ ആവശ്യം വരുമോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് അതിനോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും പാപ്പയും തന്നെയായിരുന്നു. ഒരിക്കലും എൻ്റെ ഉമ്മാന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ, എൻ്റെ ഭർത്താവിൻ്റെ വാപ്പ. പക്ഷേ ഇപ്പോൾ കാലക്രമേണ എനിക്ക് കുടുംബങ്ങളൊക്കെ കുറഞ്ഞ് എന്നെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരൊക്കെ കുറഞ്ഞപ്പോൾ ആണെന്ന് തോന്നുന്നു എനിക്ക് ഈ ബന്ധങ്ങളുടെ വിലയൊക്കെ വല്ലാതെ അങ്ങ് മനസ്സിലായി തുടങ്ങി. അപ്പോൾ വരുന്നവരും പോകുന്നവരൊക്കെ എൻ്റെ സ്വന്തം ഉമ്മയുടെ സ്ഥാനത്ത്, എൻ്റെ അനിയത്തിയുടെ സ്ഥാനത്ത്, എൻ്റെ ആങ്ങളയുടെ സ്ഥാനത്ത്, എൻ്റെ വാപ്പയുടെ സ്ഥാനത്ത് അങ്ങനെ കാണാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഒരു സമയത്ത് മറ്റൊരാളുടേത് എന്ന് ഞാൻ കൂട്ടിച്ചേർത്ത ഞാൻ
ഇന്നിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മയോ ബാപ്പയോ കണ്ടാൽ ഞാൻ പറയും ഇത് എൻ്റേതും കൂടിയാണ്. എന്നെ സ്നേഹിക്കുന്ന അനേക അമ്മമാരുണ്ട്, അവരെ ഞാൻ അമ്മേന്നാ വിളിക്കുക, അല്ലെ ഉമ്മേന്നാ വിളിക്കുക. എനിക്കെന്താ ഉമ്മ ഇല്ലാഞ്ഞിട്ടാ അവരെയും കയറിയിട്ട് ഉമ്മ അമ്മയെന്നൊക്കെ വിളിക്കുന്നത്? അപ്പം ഇതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഇതും വിദ്യാഭ്യാസവും തമ്മിലൊരു ബന്ധവുമില്ല, അനുഭവത്തിൻ്റെ കുറവാണെന്ന് ഞാൻ പറയും. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ, എൻ്റെ ഭർത്താവിൻ്റെ വാപ്പ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ വീട്ടുകാരുണ്ടായിരുന്നു, വാപ്പ വീട്ടുകാരുണ്ടായിരുന്നു, സഹോദരിമാരുടെ സഹോദരന്മാരുടെ ഒക്കെ വീട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റേതിനെ മാത്രം എൻ്റേതായിട്ട് കണ്ടാൽ മതിയായിരുന്നു. എനിക്ക് എൻ്റെ ഉമ്മയും എൻ്റെ ബാപ്പയും മതിയായിരുന്നു. പക്ഷേ കാലക്രമേണ ഞാൻ ചിത്രവര രംഗത്തേക്ക് വന്നപ്പം കുടുംബം ഓരോരുത്തരായിട്ട് എന്നെ ഒഴിവാക്കി. കുടുംബത്തിൻ്റെ എന്താ പറയുക വലിപ്പം ഇങ്ങനെ ചുരുങ്ങി വന്ന സമയത്താണ് എനിക്ക് എൻ്റേതെന്ന് കൂട്ടിച്ചേർത്ത് സംസാരിക്കണമെന്ന് തോന്നിപ്പോയത്. ആ എൻ്റേതെന്ന് കൂട്ടിച്ചേർക്കുമ്പോഴേക്കും എനിക്ക് ആരുമില്ലാതായി മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ സൗഹൃദങ്ങൾ ഏതൊരു സൗഹൃദമായിക്കോട്ടെ, ഒരു ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവരുടെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളോട് അടുക്കുന്നതിനേക്കാട്ടിലും അവരവരുടെ മാതാപിതാക്കളോട് കാര്യങ്ങൾ പറയുന്നതിനേക്കാട്ടിലും അപ്പുറം ഞാനായിരിക്കും ഒരുപക്ഷെ പറയുന്നുണ്ടാവുക. അത്രയ്ക്ക് ഞാൻ എൻ്റേതെന്ന് കൂട്ടിച്ചേർക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ, വയ്യേ പോകുന്നോലും വരുന്നോലെയും എന്ന്. കാരണം അത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബത്തിലെ അല്ല ഒരു അമ്മയെ അങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. അതൊരമ്മയാണ്. ഞാനൊരിക്കലും വയ്യേ പോകുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പയും എന്ന് പറഞ്ഞിട്ടില്ല. ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പയും ഇവിടെ നമ്മൾ പോകുന്ന സമയത്തും ഇതെൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പയും എന്നേ പറയുകയായിരുന്നു. ഇതെൻ്റെ ഉമ്മയാണ് ഇതെൻ്റെ വാപ്പയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടു വളർന്നൊരു കാര്യമുണ്ട് കേട്ടോ. എൻ്റെ 2 സിസ്റ്റർമാരുണ്ട്, എൻ്റെ മൂത്ത സഹോദരിമാർ. അവരിന്ന് വരെ ഇതെൻ്റെ ഉമ്മയാണ് ഇത് എൻ്റെ വാപ്പയാണെന്ന് പറയുമ്പം ഞാൻ അന്ന് നോക്കി നിന്നിട്ടുണ്ട് അവരെ. പക്ഷെ ഇന്ന് അവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് ഞാൻ ഒരുപക്ഷെ എന്താ പറയുക ആ ചെറുപ്രായമായതുകൊണ്ടായിരിക്കാം, അറിയില്ല. ഏതായാലും വയ്യ പോകുന്ന അച്ഛനെയും അമ്മയെയും എന്ന് ആ കൂട്ടിച്ചേർത്ത വാചകത്തിനോട് എനിക്കും വിരോധമുണ്ട്. അല്ലാത്ത പക്ഷം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. സ്വന്തമായിട്ട് കരുതണോ അതോ അന്യമായിട്ട് കരുതണോ എന്നുള്ളത്. അതിൽ നമുക്കൊക്കെ ഒരു കണ്ടന്റ് കിട്ടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വാത്തോരാതെ സംസാരിക്കുക എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു പാട്ടുണ്ട്, മാപ്പിളപ്പാട്ടാണ്. എത്ര പേര് കേട്ടിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അതിൽ പറയുന്നൊരു വാചകമുണ്ട്, വാചകമല്ല, ഒരു വരിയുണ്ട്. 1000 പോറ്റുമ്മ വന്ന സ്വന്തം പെറ്റുമ്മ ആയിടുമോ എന്ന് വെച്ചാൽ 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയാവുമെന്ന് ഒരിക്കലുമില്ല. നമുക്ക് എത്രത്തോളം സ്നേഹം നടന്ന് എത്രത്തോളം നമ്മളെ കൊഞ്ചിച്ച് എത്രത്തോളം ചേർത്ത് പിടിക്കുന്ന ഒരമ്മയാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അത്രത്തോളം വരൂല. അതെന്ന് പറയുന്നത് വല്ലാത്തൊരു ബോണ്ട് തന്നെയാണ്. ഈ അച്ഛനും അമ്മയും ഇല്ലാത്ത ആൾക്കാരോട് ചോദിക്കണം. കഴിഞ്ഞൊരു ദിവസം മദേഴ്സ് ഡേക്ക് ഒരു കുട്ടി ഇൻസ്റ്റഗ്രാമിൽ കിടന്ന് കരയുന്നത് ഞാൻ കണ്ടു. അമ്മ മരിച്ചിട്ട് 7 വർഷമായി, താങ്ങാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഈ അമ്മയുടെ വില മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് കേട്ടിട്ടുണ്ടോ? മദേഴ്സ് ഡേക്ക് ഞാൻ വിഷ് ചെയ്തത് ഒന്ന് എൻ്റെ അമ്മയെ ഒന്ന് എൻ്റെ ഉമ്മയെയാണ് കേട്ടോ. ഒന്ന് എൻ്റെ അമ്മ എന്ന് പറഞ്ഞത് കാരണം ഈ അമ്മ എന്ന് പറയുന്നതിന് ഒരുപാട് എന്താ പറയുക വാക്കുകൾ മാത്രമല്ല, അതിനെ അനർത്ഥമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതൊക്കെ ചെയ്യുന്ന ഒരാളെ നമുക്ക് നമ്മുടേതെന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. അപ്പം മദേഴ്സ് ഡേക്ക് ഞാൻ വിഷ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഉമ്മാനോടും അമ്മനോടും പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇനിയും തറുതല പറയാൻ ഞാനിവിടൊക്കെ തന്നെ ഉണ്ട് എന്ന്. അതാണ് നമ്മുടെ അമ്മ. എത്ര തറുതല പറഞ്ഞാലും നമ്മളെ ഇട്ടേച്ച് പോവില്ലാന്നേ. വേറെ ആരും നമ്മളെ ഇട്ടേച്ച് പോകും, പക്ഷേ നമ്മുടെ അമ്മ
മക്കൾ വരെ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കുന്ന കാലഘട്ടമാണിത്. ഏതെങ്കിലും അമ്മമാർ മക്കളെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ച ഏതെങ്കിലും അമ്മ ഉണ്ടാവും കേട്ടോ. പക്ഷേ 99.9% അമ്മമാർ ഒരിക്കലും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കൂല, ചേർത്ത് തന്നെ പിടിക്കും. കണ്ടില്ലേ കോഴി ഒരു മഴ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ പണ്ടത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു മഴ പെയ്ത് നോക്കണം, തൻ്റെ ചിറകിനടിയിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളോ, അത് എത്ര ഉണ്ടോ, ചിലപ്പോൾ 10, 12, 20 മക്കളുണ്ടായിക്കോട്ടെ, ആ ചിറകിനുള്ളിൽ അത് ഒതുക്കി വെക്കും. അതാണ് അമ്മ. ആ അമ്മയെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യാൻ നമുക്ക് ആർക്കും പറ്റൂല. പക്ഷേ നമുക്കങ്ങനെ വേണമെന്ന് വിചാരിച്ചാൽ കാണുകയും ചെയ്യാം. രണ്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ച് ബിരുദാനന്തര ബിരുദം എടുത്തത് മാതിരി സോഷ്യൽ മീഡിയ കുത്തുന്ന സംസാരിക്കുന്നവർ വിവാഹം പോലും കഴിച്ചിട്ടില്ല. അതാ ഏറ്റവും വലിയ രസം. അനുഭവം അത് വേറൊരു സംഭവം തന്നെയാണ്. അതാർക്കും പറയാനോ ആർക്കും അനുഭവിക്കാതെ ഒന്നും പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇത് വിവാഹം കഴിക്കാത്ത ആൾക്കാർ എന്തുകൊണ്ട് അവളങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ, വിവാഹം കഴിയുമ്പം ആ അച്ഛനും അമ്മയും കൂടി നമ്മളെ ഉൾക്കൊള്ളണം. അപ്പേ അവിടെ ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വിവാഹം കഴിയാത്ത ആൾക്കാർ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പം ഒന്ന് പ്രതികരിക്കണം തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് സലീം. ടാറ്റാ. ടിഷ്യൂ കയ്യിൽ ഭയങ്കര ചൂടാണല്ലോ, അതാ.